ശാലോം പ്രേക്ഷകരെ, ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 26-ാം വാക്യം. നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരാകിയാൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോവുകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ സഭ കർത്താവിൻ്റെ തിരുജനനത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന നാളുകളാണ്. അതിനു മുമ്പായി കർത്താവിൻ്റെ മനുഷ്യാവതാര സംഭവങ്ങളൊക്കെ അനുസ്മരിക്കുന്നുണ്ട്. സഭയുടെ ക്രമീകരണമനുസരിച്ച് സഭയുടെ വിശുദ്ധീകരണം, സഭയുടെ നവീകരണം, ഇവയെല്ലാം ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളാണ്. തുടർന്നാണ് മനുഷ്യാവതാര സംഭവങ്ങൾ അനുസ്മരിച്ച് കർത്താവിൻ്റെ തിരുജനനത്തിലേക്ക് പ്രവേശിക്കുന്നത്. വാസ്തവത്തിൽ അതിനോടനുബന്ധിച്ചുള്ളതായൊരു തിരുവചന ഭാഗമാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. യെരുശലേമിൽ പ്രതിഷ്ഠാ പെരുന്നാൾ ആചരിച്ചപ്പോൾ യേശുവമ്പുരാൻ ശലോമോൻ്റെ മണ്ഡപത്തിൽ കൂടെ നടക്കുകയായിരുന്നു. നമുക്കറിയാം, യഹൂദന്മാരുടെ 3 പ്രധാനപ്പെട്ട പെരുന്നാളുകൾ: കൂടാരപ്പെരുന്നാൾ, പെസഹ പെരുന്നാൾ, പെന്തിക്കോസ്തി പെരുന്നാൾ. 4-മതൊരു പെരുന്നാൾ കർത്താവിന് തൊട്ട് മുമ്പ് BC 169 ഈ പെരുന്നാൾ ആചരിക്കുവാനുള്ള ഒരു പശ്ചാത്തലമുണ്ടായി. പ്രതിഷ്ഠാ പെരുന്നാൾ എന്നാണ് പറയുന്നത്. അതായത് BC 169 ഗ്രീസിലെ രാജാവായ അന്ത്യോക്യോസ് എപ്പിഫാനോസ് യെരുശലേം പിടിച്ചടക്കുകയും ദേവാലയം മലീമസമാക്കുകയാണ്. ദേവാലയം അശുദ്ധമാക്കുവാൻ്റെ കോണം അദ്ദേഹം തിരഞ്ഞെടുത്തൊരു മാർഗം യഹൂദന്മാർക്ക് എത്രയും നിഷിദ്ധമായിരുന്ന പെൺപന്നിയെ ദേവാലയത്തിൽ വെട്ടി നുറുക്കി ബലികഴിച്ചു. അങ്ങനെ അശുദ്ധമാക്കിയ ആ ദേവാലയം യഹൂദന്മാർ പിടിച്ചടക്കുകയും ആ ദേവാലയത്തെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഏർപ്പെടുത്തിയ പെരുന്നാളാണ് പ്രതിഷ്ഠാ പെരുന്നാൾ. ഈ പ്രതിഷ്ഠാ പെരുന്നാളിൽ പങ്കെടുത്ത നമ്മുടെ കർത്താവ് ശലോമോൻ്റെ മണ്ഡപത്തിൽ കൂടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ പരീശ പ്രമാണിമാർ കർത്താവിൻ്റെ പിന്നാലെ വന്നിട്ട്, നീ എത്ര നാൾ ഞങ്ങളെ സംശയിപ്പിക്കും എന്ന് ചോദിക്കുകയാണ്. നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി ഞങ്ങളോട് പറക എന്നാണ് പറയുന്നത്. നമുക്കറിയാമല്ലോ, യഹൂദന്മാർ ക്രിസ്തുവിൻ്റെ രക്ഷകൻ്റെ വരവിനു വേണ്ടി നോക്കി പാർത്തിരുന്നവരാണ്. എന്നാൽ സാക്ഷാൽ രക്ഷകൻ അവതരിച്ചപ്പോൾ അവർക്ക് അവനെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ അവൻ്റെ പ്രവർത്തനങ്ങൾ അവരിൽ സംശയമുളവാക്കി. അവൻ്റെ പ്രസംഗങ്ങൾ പലപ്പോഴും അവരെ അതിശയിപ്പിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള വേദഭാഗത്തും കർത്താവ് പറയുന്നുണ്ട്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല.
അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്ര ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഈ പരാമർശങ്ങളൊക്കെയാണ് അവരെ ചിന്തിപ്പിക്കുന്നത്, സംശയിപ്പിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് എത്ര നാൾ ഞങ്ങളെ ഇങ്ങനെ നീ സംശയിപ്പിക്കും, നീയാണോ സാക്ഷാൽ മശിഹ എന്ന് കർത്താവിന് ചോദ്യം ചെയ്യുകയാണ്. ഈ സാഹചര്യത്തിലാണ് കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ആണ് എനിക്ക് സാക്ഷ്യം എന്ന് കർത്താവോട് വെളിപ്പെടുത്തുകയാണ്. തുടർന്ന് കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ ആടുകളല്ല, നിങ്ങൾ എൻ്റെ ആടുകൾ ആയിരുന്നുവെങ്കിൽ എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമായിരുന്നു. ആടുകളുടെ പ്രത്യേകത, ഇടയന്റെ ശബ്ദം കേൾക്കുന്നവനാണ് ആടുകൾ. പ്രിയമുള്ളവരെ, നമ്മളെന്ന് നമ്മെ തന്നെ വിലയിരുത്തുന്നത് നല്ലതാ. തമ്പുരാന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ? തമ്പുരാൻ നമുക്ക് തരുന്നതായ കൽപ്പനകളെ പാലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ? നമ്മൾ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവരാണ്. അപ്പോസ്തലപ്രവൃത്തികൾ പറയുന്നുണ്ട്, കർത്താവ് തൻ്റെ ശിഷ്യരെ ക്രിസ്ത്യാനികളെന്ന് വിളിച്ചു. ശിഷ്യരാണ് ക്രിസ്ത്യാനികളെന്ന് അറിയപ്പെടേണ്ടത്. ശിഷ്യരെങ്കിലോ കൽപ്പന പാലിക്കുന്നവരായിരിക്കണം. ആടുകൾ ഇടയന്റെ ശബ്ദം കേൾക്കുന്നവരായിരിക്കണം. ഒരിക്കലും ഞാൻ ശാലോം ടി വിയിൽ തന്നെ കേട്ട ഒരു സംഭവം ഒന്നുകൂടി ആവർത്തിക്കുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു മനുഷ്യൻ തൻ്റെ ഉപജീവനത്തിന് വേണ്ടി ആട് വളർത്തൽ ഏർപ്പെട്ടു. ഒരിക്കൽ അദ്ദേഹത്തിന് 110 ആടുകളുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം മറ്റെന്തോ കാര്യത്തിന് വേണ്ടി പോയിട്ട് തിരികെ വന്നപ്പോൾ ഒറ്റ ആടുകളും ഇല്ല അതിൻ്റെ കൂടുകളിൽ. വാസ്തവത്തിൽ അത് അദ്ദേഹത്തിൻ്റെ ഹൃദയവേദമായ ഒരു അനുഭവമായിരുന്നു. അദ്ദേഹം വാവിട്ട് കരഞ്ഞുപോയി, പൊട്ടിക്കരഞ്ഞു. അദ്ദേഹത്തിൻ്റെ കരച്ചിൽ കേട്ട് അയൽക്കാർ ഓടിക്കൂടിയപ്പോൾ ഒരു ട്രക്കറിൽ കുറേ ആടുകളെ കൊണ്ടുപോകുന്നതായിട്ട് കണ്ടു എന്ന് പറയുകയാണ്. അവർ ധരിച്ചു എവിടെയൊന്നോ ആട് കച്ചവടക്കാർ വാങ്ങിക്കൊണ്ടുവരുന്നതാണെന്ന് ധരിച്ചത്. എന്തായാലും ഈ മനുഷ്യൻ പരക്കം പാഞ്ഞു. ടൗണിൽ ചെന്നപ്പോൾ ഒരു ട്രക്കറിൽ ആടുകളുമായിട്ട് ഈ മനുഷ്യൻ അവിടെ ചായ കുടിക്കാനായിട്ട് കടയിൽ കയറിയിരിക്കുക. സമാധാനമായി. ഇയാൾ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇത് എൻ്റെ ആടുകളാണ്, നിങ്ങൾ എന്താ ഇതിനെ മോഷ്ടിച്ചത്? അയാൾ പറഞ്ഞു, നിഷേധിച്ചു, ഞാൻ ആരുടെ ആടുകളെ മോഷ്ടിച്ചിട്ടില്ല, ഞാനിതിനെ വില കൊടുത്ത് വാങ്ങിച്ചതാണ്. ഇദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ ആടാണ് ഇതെങ്കിൽ അതിന് തെളിവെന്താണെന്ന് ചോദിക്കുക. അദ്ദേഹം പറഞ്ഞു, ഞാൻ തെളിവ് കാണിച്ചു തരാം, എൻ്റെ ആടുകളെ നിങ്ങൾ എനിക്ക് വിട്ടു തരുമോ? തീർച്ചയായിട്ടും സമ്മതിക്കുക. ഈ മനുഷ്യൻ തൻ്റെ ശബ്ദത്തിൽ മേ എന്ന് വിളിച്ചപ്പോൾ ഈ ട്രക്കറിൽ നിന്ന് ആടുകളെല്ലാം അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നു. ഈ മോഷ്ടാവ് എത്ര മേ വിളിച്ചാലും ഈ ആടുകൾ ഈ മോഷ്ടാവിൻ്റെ ശബ്ദം അറിയുമോ? അദ്ദേഹത്തിന് ഇടയൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ ആടുകളെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി. വാസ്തവത്തിൽ കർത്താവിൻ്റെ ശിഷ്യരായ നമ്മൾ കർത്താവിൻ്റെ കൽപ്പനകളെ പാലിക്കേണ്ടവരാണ്. പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പതറിപ്പോകുക. ജീവിതത്തിലെ ദുഃഖങ്ങള്, ദുരിതങ്ങള്, വേദനകള്, പ്രയാസങ്ങള് ഒക്കെ അനുഭവിക്കുമ്പോൾ ഇതെല്ലാം കർത്താവ് നമുക്ക് അനുവദിച്ചതെന്നാണെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു ബോധ്യം നമുക്കുണ്ടോ? പലപ്പോഴും പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ കർത്താവിനെ തള്ളിപ്പറയുന്നവരല്ലേ? പ്രിയമുള്ളവരെ, നമ്മുടെ വേദനകളുടെ, നമ്മുടെ നൊമ്പരങ്ങളുടെ, നമ്മുടെ ഗദ്ഗതങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ ആശ്വസിപ്പിക്കുന്ന ശബ്ദം കേൾക്കുവാനായിട്ട് നാം തയ്യാറാണോ? ആടുകളെങ്കിൽ ഇടയൻ്റെ ശബ്ദം അന്വേഷിക്കും. ഇടയൻ്റെ ശബ്ദത്തിന് വേണ്ടി കാതോർക്കുവാനായിട്ട് നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്?
കർത്താവിൻ്റെ ശബ്ദത്തിന് വേണ്ടിയിട്ട് കാതോർക്കുമ്പോൾ വ്യക്തമായും തമ്പുരാൻ നമ്മോട് ഇടപെടും, നമ്മോട് സംസാരിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെയും നിങ്ങൾ എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമുക്കെല്ലാവർക്കും ബൈഹാർട്ടായിട്ടുള്ള തിരുവചനമാണിത്. മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. അതിനൊരു പ്രതിവിധിയായിട്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെയും നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ആശ്വാസത്തിനുള്ള പ്രതിവിധി കർത്താവ് 29-ാം വാക്യത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നിൽ നിന്ന് പഠിപ്പിൻ, നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്താം. കർത്താവിൻ്റെ നുകമേറ്റുകൊണ്ട്, നുകം എപ്പോഴും ഭാരം ലഘൂകരിക്കുന്ന ഒരു ഉപകരണമാണ്. ആധുനിക തലമുറയ്ക്ക് പരിചയമില്ലാത്ത ഒരു ഉപകരണമാണെങ്കിലും നുകം ഭാരം ലഘൂകരിക്കുന്ന ഒരു ഉപകരണമാണ്. ഒരു കാളവണ്ടിയിൽ ടൺ കണക്കിന് ഭാരം 4-5 പേര് കൂടി ചാക്കുകെട്ടുകൾ കുത്തി നിറച്ചിട്ട് ആ കാളവണ്ടിയുടെ നുകമൊന്ന് ഉയർത്താൻ ഈ 5 പേരുടെ സഹായം വേണ്ട, ഒരാളുടെ ഒരു കൈ മുഴുവനായിട്ടും വേണ്ട, ഒരു വിരൽ കൊണ്ട് നുകമൊന്ന് ഉയർത്താനായിട്ട് സാധിക്കും. കാളവണ്ടിയിലുള്ള ഭാരം ടൺ കണക്കിനാണെങ്കിലും ഒരു വിരൽ കൊണ്ട് ആ ഭാരം വഹിച്ചിരിക്കുന്ന വണ്ടിയുടെ നുകം ഉയർത്തി കാളയുടെ ചുമലിൽ വയ്ക്കുവാനായിട്ട് സാധിക്കും. അതാണ് നുകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഭാരം ലഘൂകരിക്കുന്നതാണ്. കർത്താവിൻ്റെ നുകത്തിൻ്റെ കീഴിലേക്ക് നമ്മുടെ ഭാരം വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് തയ്യാറാണോ? കർത്താവിൻ്റെ നുകം നമ്മുടെ ചുമലിൽ ഏൽക്കുവാനായിട്ട് നാം തയ്യാറാകുന്നുണ്ടോ? പ്രിയമുള്ളവരെ, വിട്ടുകൊടുക്കുവാനായിട്ട് സാധിക്കണം. പലപ്പോഴും കർത്താവിൻ്റെ പീഡാനുഭവ സംഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അതിനെയൊക്കെ വേദനയോടെ വിങ്ങിപ്പെട്ടി കാണുന്നവരാ നമ്മൾ. എന്തിനു പറയുന്നു? സൂത ധ്യാന കേന്ദ്രത്തിൽ കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ ഒരു ചിത്രം, ഫോട്ടോ അവിടെ ഒരുപാട് മുമ്പിൽ വെച്ചിട്ടുണ്ട്. ആ ചിത്രത്തിൽ തൻ്റെ ദേഹത്ത് ചാട്ടവാറടിപ്പാടുകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. പലരും എൻ്റെ അടുക്ക് വന്ന് ചോദിക്കാറുണ്ട്, അച്ഛാ ആ പടം ഒന്ന് മാറ്റി വയ്ക്കാമോ, കുറച്ച് ഭീകരമായിരിക്കുന്നു എന്ന്. പലപ്പോഴും കർത്താവിൻ്റെ ചാട്ടവാറടിപ്പാടുകൾ ദർശിക്കുവാനായിട്ട് പോലുമുള്ള കരുത്ത് നമുക്കില്ല. തമ്പുരാൻ തന്നെ നമ്മോട് പറയുന്നുണ്ട്, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ പങ്കപ്പാടുകളെ പ്രതി കരയുന്നവരാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അവൻ്റെ അടിപ്പിണരുകൾ, യെശയ്യാപ്രവചനം 53:5, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമുക്ക് സൗഖ്യം ലഭിക്കുവാനായിട്ടാണ് താൻ ചാട്ടവാറടിപ്പാടേറ്റത്. ആ ചാട്ടവാറടിപ്പാടുകളിലേക്ക് നമ്മുടെ മുറിവുകളെ, നമ്മുടെ നൊമ്പരങ്ങളെ, നമ്മുടെ ഗദ്ഗതങ്ങളെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമുക്ക് ആശ്വാസം കണ്ടെത്താനായിട്ട് സാധിക്കും. അവനിൽ നിന്ന് പഠിക്കുവാനായിട്ട്, അവനിൽ നിന്ന് കേൾക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ആത്മാക്കള് ആശ്വാസം കണ്ടെത്തുന്നത്. ക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കുന്ന എത്ര പേരുണ്ട്? കർത്താവിൻ്റെ ശബ്ദത്തിന് വേണ്ടി കാതോർക്കുന്ന എത്ര പേരുണ്ട്? ശരിയാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. നമുക്ക് പറയാനുള്ള അർത്ഥനകളെല്ലാം തമ്പുരാൻ്റെ പക്കൽ സമർപ്പിക്കും. എന്നാൽ നമ്മൾ തമ്പുരാൻ നമ്മോട് പറയാനുള്ളത് കേൾക്കുവാനായിട്ട് കാതോർക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് നമ്മുടെ പരാജയം അവിടെയാണ്. ഇതാണ് വഴി, ഇതിലേ പോകുക എന്ന് വ്യക്തമായി തമ്പുരാൻ നമുക്ക് മാർഗദർശനം തരും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. കർത്താവ് കാണിച്ചു തരുന്ന പാതയിലൂടെ ചരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആടുകളുടെ പ്രത്യേകത അതാണ്. ഇടയനെ അനുധാവനം ചെയ്യുന്ന ആടുകൾ. കർത്താവ് ഇവിടെ പറയുന്നുണ്ട്, അതിൻ്റെ മുമ്പിലുള്ള ഭാഗത്ത് പറയുന്നുണ്ട്, ഞാൻ വാതിലാകുന്നു എന്ന്. എന്താ ഈ വാതില്? നമുക്കറിയാമല്ലോ, കർത്താവ് അന്ന് ആട്ടിടയന്മാര് സാധാരണ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അവരാടുകളെ ഗുഹയ്ക്കുള്ളിൽ കടത്തി വിട്ടിട്ട് ഗുഹയുടെ വാതിൽക്കൽ അവൻ കിടക്കും, ഇടയൻ.
ഇടയൻ ഗുഹയുടെ വാതിൽക്കൽ കിടക്കും. എന്തിനാ? അകത്ത് കിടക്കുന്ന ആടുകളെ ഹിംസ്രജന്തുക്കള് ആക്രമിക്കരുത്. ഇടയൻ അറിയാതെ ഹിംസ്രജന്തുക്കൾക്ക് അകത്ത് കടക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ അകത്ത് കിടക്കുന്ന ആടുകളെ ഇടയനറിയാതെ പുറത്തു പോകാനായിട്ടും സാധിക്കില്ല. അതാണ് ഇടയന്റെ കരുതൽ എന്ന് പറയുന്നത്. ഇടയന്റെ ഒരു ശബ്ദം കേട്ടാൽ ആ 110 ആടുകളും ഇടയന്റെ ശബ്ദം കേട്ട് അവന്റെ പിന്നാലെ വന്നു എങ്കിൽ, പ്രിയമുള്ളവരെ, ഇടയന്റെ ശബ്ദം തിരിച്ചറിയുന്ന എത്ര പേരുണ്ടെന്ന് നമ്മൾ, ഇടയന്റെ ശബ്ദത്തിന് വേണ്ടി കാതോർക്കുന്ന എത്ര പേരുണ്ടെന്ന് നമ്മൾ. ഈ സത്യം തമ്പുരാനൂടെ വെളിപ്പെടുത്തിയപ്പോൾ അവർക്കത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചില്ല. കർത്താവ് പറയുകയാണ്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. തമ്പുരാന്റെ ദൗത്യം ജീവൻ കൊടുക്കുക എന്നുള്ളതാണ്. ജീവനെ കൊടുക്കുവാനും അത് സമൃദ്ധിയായി നൽകുവാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം, ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായി നൽകുവാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് രോഗഗ്രസ്തരാണ് സമൂഹം മുഴുവനും. രോഗഗ്രസ്തമായിരിക്കുന്നൊരവസ്ഥ. എന്താ രോഗം? ജീവന്റെ അംശം ശരീരത്തിൽ കുറയുന്നതാണ് രോഗം. എന്താണ് ആരോഗ്യം? ശരീരത്തിലെ സമൃദ്ധിയായ ജീവൻ, അതാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അതിൻ്റെ ദാതാവ് നമ്മുടെ തമ്പുരാനാണ്. നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുമ്പോഴാണ് സമൃദ്ധിയായ ജീവൻ നമുക്ക് ലഭിക്കുക. അപ്പം അതുകൊണ്ട് നിത്യജീവൻ, അതാണ് തമ്പുരാൻ നമുക്ക് നേടിത്തരുന്നതായ സമ്മാനം എന്ന് പറയുന്നത്. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഇത്ര സുരക്ഷിതമായ അനുഭവം കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് വിട്ടുകൊടുത്തേ, ആർക്കും നമ്മെ പിടിച്ചു പറിക്കുവാനായിട്ട് സാധിക്കില്ല. കർത്താവിൻ്റെ മാറിനോട് ഇന്ന് ചേർന്ന് നിന്നേ ഒരു ശത്രുവിനും നമ്മെ തകർക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഏതൊരവസ്ഥ വന്നാലും, ഏതൊരു പ്രതിസന്ധി വന്നാലും, എത്ര ഗുരുതരമായ രോഗമായിരിക്കട്ടെ, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, മരണമോ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ. കഴിഞ്ഞ ദിവസം ഞാനൊരു മരണാനന്തര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ടിടയായി. 49 വയസ്സായ ഒരു സഹോദരി മരണപ്പെട്ട് കിടക്കുകയാണ്. അവിടെ ഒരു സുവിശേഷം പ്രസംഗിച്ചത് ഞാൻ ഓർക്കുക. പ്രിയമുള്ളവരെ, ഈ സഹോദരിയെ ദൈവം തൻ്റെ കൽപ്പനയനുസരിച്ച് വിളിച്ചിരിക്കുകയാണ്. ഈ സഹോദരിയെ തമ്പുരാൻ തൻ്റെ കൽപ്പനയനുസരിച്ച് വിളിച്ചിരിക്കുക. നമ്മൾ ശിഷ്യരെന്ന നിലയിൽ തമ്പുരാൻ്റെ കൽപ്പന പാലിക്കുവാൻ ബാധ്യസ്ഥരാ. പിന്നെ എന്തിനാ നമ്മൾ വിഷമിക്കുന്നത്? ഈ സഹോദരിയെ ഓർത്ത് നമ്മൾ എന്തിനാ ഭാരപ്പെടുന്നത്? വേദനകളില്ലാത്ത, അല്ലലില്ലാത്ത, അലച്ചിലില്ലാത്ത, രോഗമില്ലാത്ത ഒരവസ്ഥയിലേക്ക് തമ്പുരാൻ ഇവളെ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. നിത്യതയാ, അതാണ് തമ്പുരാൻ നമുക്ക് തരുന്നതായ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് കരുതുവാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ? അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ? അതിനുവേണ്ടി സമ്പാദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ? എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് സ്വർഗത്തിലാണെന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. നമ്മുടെ നിത്യത അതായിരിക്കണം. അതിനു വേണ്ടിയിട്ട് സമ്പാദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വചനം പറയുന്നുണ്ട്, അനീതിയുടെ മാമോനെ കണ്ട് സുഹൃത്തുക്കളെ സമ്പാദിച്ചുകൊള്ളുവിൻ. മാമോൻ എന്ന് പറയുന്ന ഒരു വിഗ്രഹമാണ്. നമ്മുടെ സമ്പത്തുക്കള് വിഗ്രഹങ്ങളായി മാറുന്ന ഒരവസ്ഥ. അതായത് നമ്മളിന്ന് സമ്പത്തിനെ പൂജിക്കുന്ന ഒരവസ്ഥ. ചാക്ക് കെട്ടുകളിൽ നിറച്ചു വെച്ചിരിക്കുക. ചാക്ക് കെട്ടുകളിൽ പലയിടത്തും നിറച്ചു വെച്ചിരിക്കുക. പരക്കം പായുകയാണ്. പുഴയിലേക്ക് വലിച്ചെറിയുന്നവരുണ്ട്. സംഭവിക്കുന്ന കാഴ്ചകളാണ്. നിത്യജീവന് വേണ്ടിയിട്ട് കരുതുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് അവൻ്റെ പിന്നാലെ പോകുന്നവൻ ഒരു നാളും നശിച്ചു പോകുകയില്ല. അതാണ് യഥാർത്ഥ ആടുകൾ. അവൻ്റെ ശബ്ദം കേൾക്കുന്ന, അവൻ്റെ പിന്നാലെ അനുധാവനം ചെയ്യുന്നതായ അവസ്ഥ. വീണ്ടും കർത്താവ് പറയുകയാണ്, അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. ഇതൊക്കെ പറഞ്ഞപ്പോൾ കേട്ട
ഒട്ടും വ്യത്യസ്തമല്ലാത്ത കാലഘട്ടമാണ്. സത്യം പറയുമ്പോൾ കല്ലേറ് കൊള്ളേണ്ടതായ അവസ്ഥ. ഇന്നും സത്യം പറയുന്നതിനെതിരെ കല്ലുകൾ കിടക്കുന്ന ഒരു സമൂഹമുണ്ട്. നമ്മളൊന്നും ചിന്തിക്കണ്ട, മറ്റാരുമല്ല, സ്വന്തക്കാർ തന്നെയാ. സത്യം പറയുമ്പോൾ കല്ലെറിയുന്നതായ, അല്ലെങ്കിൽ സത്യം പറയുന്നവർക്കെതിരെ കല്ലുകൾ ശേഖരിക്കുന്നതായ അവസ്ഥ വളരെ ശോചനീയമായ അവസ്ഥയാണ്. നിർമ്മല സുവിശേഷത്തിന് ഇന്ന് പ്രോത്സാഹനമില്ല. യഥാർത്ഥ സുവിശേഷം പറയുന്നവരെ എങ്ങനെ കല്ലെറിയണമെന്ന് നോക്കി നടക്കുക. കർത്താവിൻ്റെ ജീവിതത്തിലും സംഭവിച്ചത് തന്നെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഭാരപ്പെടേണ്ടേ? അതാണ് നമ്മുടെ വിളി. അത് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. അവനെ കുരിശിൽ തൂക്കിയല്ലോ. തീർച്ചയായിട്ടും ആ അനുഭവം തന്നെയാണ് നിർമ്മല സുവിശേഷകർക്കും ലഭിക്കേണ്ടത്. അതുകൊണ്ട് തമ്പുരാൻ്റെ ഈ വചനങ്ങൾ നമ്മൾ അക്ഷരശഃ പാലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. തമ്പുരാൻ നമ്മെ സംരക്ഷിക്കും, അവൻ നമ്മെ കാക്കും, അവൻ നമ്മെ കരുതും എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് യഥാർത്ഥ ശിഷ്യരാകുവാൻ തക്കവണ്ണം, കൽപ്പനകളെ പാലിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമ്പോഴാണ് നാം യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് മാറുന്നത്. യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് മാറുന്നത്. ശിഷ്യരെയാണ് ക്രിസ്ത്യാനികളെന്ന് വിളിച്ചത്. ആ ഒരു അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതൃത്വ പരിശുദ്ധാത്മാവ് അന്ത്യമേ, നീ ഞങ്ങൾക്ക് തന്നായ വചനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ ഇടയവനാകുന്നുവല്ലോ. ഞങ്ങൾ ആടുകളും നിൻ്റെ ശബ്ദത്തിനനുസരിച്ച് നിന്നെ ചേരുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ അനുധാവനം ചെയ്യുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നും നിന്നോട് കൂടെയായിരിക്കാനും നിൻ്റെ കൽപ്പനകളെ പാലിക്കുവാനും തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപയുടെയും നാമത്തിൽ തന്നെ ആമേൻ.